Hi students, we discussed functions and its domain, codomain and range in our last module. Now we are going to discuss types of function in this module. Okay. First we discuss identity function. എന്താണ് identity function? Identity function എന്ന് പറയുമ്പോൾ f of x is equal to x ആണ്. It is a function defined from R to R, defined by f of x equal to x. F is a function from R to R എന്ന് പറയുമ്പോൾ തന്നെ capital R എന്ന് പറയുന്നത് domain to R, that is capital R is the codomain. അപ്പോൾ ഡൊമൈനും കോഡൊമൈനും ക്ലിയർ ആണ്. പിന്നെ എന്താണ് റേഞ്ച്? റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് വൈ. എക്സിന് നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ വൈന് കിട്ടുന്ന ആൻസേഴ്സ് ആണ് ഇതിൻ്റെ റേഞ്ച്. ഇവിടെ നമ്മൾ എക്സിന് എന്ത് കൊടുത്തോ വൈന് അത് തന്നെ കിട്ടും. ദാറ്റ് ഈസ് എക്സിന് 1 കൊടുത്താൽ ആൻസർ 1, -1 ആണെങ്കിൽ -1. ഹിയർ വൈ ഈസ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മീൻസ് വൈ ഈക്വൽസ് എക്സ്. എക്സിന് നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് വൈന് കിട്ടുന്നത്. എക്സിന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കൊടുത്താൽ വൈയും എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് റേഞ്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ തന്നെയാണ്. ഇതിൻ്റെ ഗ്രാഫ് എന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇറ്റ് പാസസ് ത്രൂ ഒറിജിൻ 0 0 1 1 2 2 3 3 4 4 എക്സെട്ര. അതാണ് അതിൻ്റെ ഗ്രാഫ്. ഓക്കെ, ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് and defined as f of x is equal to c. c എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇഫ് c, ഇവിടെ c വരച്ചിരിക്കുന്നത് 2ൻ്റെയും 4ൻ്റെയും ഇടയിൽ, ദാറ്റ് ഇസ് c ഈക്വൽ ടു 3 എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ ഗ്രാഫ് കാണുന്നത്. c ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ആ ബ്ലൂ ലൈനാണ് ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അത് ഏത് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന y ആക്സിസിൽ, അതാണ് ആ കോൺസ്റ്റൻ്റ്. ഹിയർ f of x equal to c. The domain is set of all real numbers and range will be a singleton set c. That is range എന്ന് പറയുന്നത് നമ്മൾ x ന് 0 കൊടുത്താൽ ആൻസർ c, 1 ആവുമ്പോഴും c എന്ന് പറയുന്നത് 3 ആണെങ്കിൽ വി ഗെറ്റ് ആൻസർ ആസ് 3. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4, അതെല്ലാം എന്താണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് പോളിനോമിയൽ ഫംഗ്ഷൻ. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ. ഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. കോഡൊമൈനും ഇതിൻ്റെ എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര an x റൈസ് ടു n, where a0 a1 a2 എക്സെട്ര ആർ റിയൽ നമ്പേഴ്സ്. ഇഫ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ലീനിയർ ആണെങ്കിൽ, ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി ഫോമിലാണ് വരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ. ഒരു ക്വാഡ്രാറ്റിക് ആണെങ്കിൽ അതെന്തായിരിക്കും? ഒരു പാരബോല ആയിരിക്കും അതിൻ്റെ ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫംഗ്ഷൻ. അപ്പോൾ ഗ്രാഫിനെ കുറിച്ച് നമുക്കിവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് വരയ്ക്കാത്തത്. ഓക്കെ, അപ്പോൾ ഡൊമൈനും കോഡൊമൈനും നമുക്ക് പറയാം. ഡൊമൈൻ എന്താ? ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. കോഡൊമൈൻ ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എ ടു ബി, എ ആണ് ഡൊമൈൻ, ബി ആണ് കോഡൊമൈൻ. ഹിയർ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻ ഫ്രം ആർ ടു ആർ, ദെൻ ആർ ആണ് ഡൊമൈൻ, ക്യാപിറ്റൽ ആർ 2 എവിടേക്കാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതാണ് അതിൻ്റെ കോഡൊമൈൻ. റേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫംഗ്ഷൻ. ഇഫ് ഇറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ റേഞ്ചും ഡൊമൈനും ക്യാപിറ്റൽ ആർ ആയിരിക്കും. അപ്പോൾ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ റേഞ്ച് മാറും. ഡൊമൈൻ ക്യാപിറ്റൽ ആർ തന്നെയാണ്, കോഡൊമൈനും ക്യാപിറ്റൽ ആർ തന്നെയാണ്, പക്ഷേ റേഞ്ച് എന്തായിരിക്കും? ഡിപ്പെൻഡ്സ് ഓൺ ദ ഫംഗ്ഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ്, അടുത്ത ഫംഗ്ഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ. അതിൽ എക്സിന് നമ്മൾ കുറച്ച് വാല്യൂസ്, ദാറ്റ് ഈസ് -4 -3 -2 ഒക്കെ കൊടുത്തിട്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സിന് -4 കൊടുത്താൽ -4 സ്ക്വയർ ഈസ് 16, 3 ആവുമ്പോൾ -3 സ്ക്വയർ 9, -2 ആകുമ്പോൾ -2 സ്ക്വയർ ഈസ് 4, -1 ആകുമ്പോൾ -1 സ്ക്വയർ 1 എക്സെട്ര. എന്നിട്ട് ആ പോയിന്റ്സ് എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഡൊമൈൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. കോഡൊമൈൻ ഈസ് ഓൾസോ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സിൻസ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ. റേഞ്ച് എന്താ? റേഞ്ച് എന്ന് പറയുന്നത് എവിടുന്ന് എവിടേക്കാണ്? 0 മുതൽ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും റേഞ്ച് ആയിട്ട് വരാം. അപ്പോൾ റേഞ്ച് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് റേഷണൽ ഫംഗ്ഷൻ. റേഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എ ഫംഗ്ഷൻ ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, വേർ എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫംഗ്ഷൻ്റെ ഡൊമൈനും സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ആണ്. വേർ ഇവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. ദറ്റ് ഈസ് ഡൊമൈൻ ഇസ് എ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് അറ്റ് ദ പോയിന്റ് വേർ ദ ഡിനോമിനേറ്റർ ഇസ് 0. അതുകൊണ്ടാണ് ഇവിടെ വേർ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2. അതിൻ്റെ ഡൊമൈനിൽ എന്തെല്ലാം വരാം? എല്ലാ റിയൽ നമ്പേഴ്സും വരാം, ബട്ട് -2 വരില്ല. ദറ്റ് ഇസ് ആർ മൈനസ് സെറ്റ് -2. -2 വന്നാൽ ഡിനോമിനേറ്റർ 0 ആയി പോവും. ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻ. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോയിൻറ്റ്സും അതിൻ്റെ ഡൊമൈനിൽ വരും. ഓക്കെ, ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് മോഡുലസ് ഫംഗ്ഷൻ. Modulus function is a function defined from R to R, defined as f of x equal to mod x,
ദാറ്റ് ഈസ് മോഡുലസ് എക്സ് എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയും. എക്സിന് നമ്മൾ ഏത് നമ്പർ കൊടുത്താലും വി ഗെറ്റ് പോസിറ്റീവ് ആൻസർ. ദാറ്റ് ഈസ് പോസിറ്റീവ് നമ്പേഴ്സ് കൊടുത്താലും പോസിറ്റീവാണ്, നെഗറ്റീവ് ആകുമ്പോഴും പോസിറ്റീവാണ്. ദാറ്റ് ഈസ് -1. മോഡുൽ -1 ഈസ് 1. മോഡുലസ് ഓഫ് -1.1 ഇറ്റ് ഈസ് 1.1. മോഡുലസ് -2 ഇറ്റ് ഈസ് 2. മോഡുലസ് ഓഫ് -3 വി ഗെറ്റ് ആൻസർ ആസ് 3. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇതിൻ്റെ ഡൊമൈൻ എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. കോഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് മാത്രമാവില്ല. ദാറ്റ് ഈസ് 0 to ഇൻഫിനിറ്റി വരെ വരാം. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് യൂണിയൻ 0 എന്ന് പറയാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇൻ്റർവൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ 0 ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 0 to ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് മോഡുലസ് ഫംഗ്ഷൻ. ഓക്കെ, the next function is signum function. A function f from R to R defined by f of x is equal to 1 if x greater than 0, 0 when x equal to 0 and -1 when x less than 0. അപ്പോൾ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും ആൻസർ 1 ആണ്. 0നേക്കാൾ റൈറ്റ് സൈഡിലുള്ള ഏത് നമ്പർ കൊടുത്താലും ആൻസർ 1, 0 ആകുമ്പോൾ 0, 0നേക്കാൾ കുറവുള്ള ഏത് നമ്പർ കൊടുത്താലും ആൻസർ ഈസ് -1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് കണ്ടെയ്നിങ് 3 element -1, 0, 1 ആൻഡ് ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് കോഡൊമൈൻ ഈസ് set of all real numbers. The next function is the greatest integer function. The greatest integer function is a function defined from R to R and defined as mod x box x. F of x is equal to box x. That is box x എന്ന് പറയുമ്പോൾ it is the greatest integer less than or equal to x. Simply അങ്ങനെ പറയാം, box x is equal to the greatest integer less than or equal to x. ബോക്സ് എക്സിനകത്ത് 7.5 ആണെന്ന് വിചാരിക്കുക. ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7.5. 7.5നേക്കാൾ കുറവുള്ള ഇൻറ്റീജർ ഏതൊക്കെയാണ്? 7, 6, 5, 4, 3, 2, 1, 0, -1, -2 എക്സെട്ര. അതിൽ ഏറ്റവും വലിയ ഇൻറ്റീജർ 7. അപ്പം ബോക്സ് 7.5 എന്ന് പറയുമ്പോൾ വി ഗെറ്റ് ആൻസർ ആസ് 7. ബോക്സ് 9.9നേക്കാൾ കുറവുള്ള ഇൻറ്റീജർ എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മൾ എഴുതുക? 9, 8, 7, 6 എക്സെട്ര. അങ്ങനെ അതിനേക്കാൾ കുറവുള്ള എല്ലാ ഇൻറ്റീജറും എഴുതും. അതിൽ ഏറ്റവും വലുത് 9. അപ്പോൾ ബോക്സ് 9.9 ഈസ് 9. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ്, അതാണ് നമുക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ -1ൻ്റെയും 0ൻ്റെയും ഇടയിൽ എന്ത് കൊടുത്താലും ആൻസർ വിൽ ബി -1. ഏറ്റവും വലിയ കുറവുള്ള എല്ലാ ഇൻറ്റീജറുകളിലും ഏറ്റവും വലുതാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ ഏത് കൊടുത്താലും ആൻസർ എന്താ വരിക? 2. 4ൻ്റെയും 5ൻ്റെയും ഇടയിൽ ഏത് ഇൻറ്റീജർ നമുക്ക് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും വി ഗെറ്റ് ദ ആൻസർ ആസ് 4. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ദിസ് ആർ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് മോഡ്യൂളിൽ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.